ഞാനൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം ഇങ്ങോട്ട് വരും നമ്മൾ മുട്ട പൊട്ടിച്ചിരിക്കും. അപ്പം ഗൈസ് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു ഗ്ലൂ ആയി കൊട്ടിയിട്ടുണ്ട്. വിസ്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നമ്മൾ ശരിക്കും ഫോർക്കും വെച്ച് ചെയ്താൽ മതി. വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിസ്കും വെച്ച് ചെയ്യുന്നുള്ളൂ. ഇനി ഗൈസ് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി ഒറിഗാനോ ഇടുക. ഇത്തിരി ഒറിഗാനോ ഇടാം. അത് ഇത്തിരി കൂടുതലായിപ്പോയി, നിങ്ങൾ ഇത്രയൊന്നും ഇടണ്ട. ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും ഗൈസ്. എന്നിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടാൻ പോവാണ്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അടയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇത്തിരി നമ്മുടെ പെപ്പർ, ഗരം മസാല പെപ്പർ ഇടാം. അപ്പം ഗൈസ് ഇനി നമ്മൾ ഇത്തിരി ഉപ്പിടാം. ഉപ്പിട, എന്നിട്ട് നമ്മളിത് ഇത്തിരി നേരം വിസ്ക് ചെയ്യാം. അപ്പം ഗൈസ് ഈ ഡാർക്ക് കഷായം പോലെ വന്നാൽ നമ്മളുടെ ഫ്രഷ് ക്രീം ആക്കണം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. എന്നിട്ട് ഇത് ഇത്തിരി അങ്ങനെ ഇനി അതങ്ങോട്ട് സൈഡിലേക്ക് വെച്ചിട്ട് എനിക്ക് ഇത്തിരി കൂടി തന്നു, നിങ്ങൾ ഇത്രയൊന്നും ഇല്ല. സ്റ്റോപ്പ് ചെയ്ത് ഇത് ഒഴിക്കുമ്പോഴാ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കഷായം പോലെ ഒരു ലൈറ്റ് കളറിലേക്ക് വരും. എന്നിട്ട് ഗൈസ് ഞാൻ ഫ്രഷ് ക്രീം ഒരുപാട് ആഡ് ചെയ്തു, നിങ്ങൾ അത്ര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത്തിരി നേരം നമുക്കിങ്ങനെ വിസ്ക് ചെയ്യാം. ഫോർക്ക് ഉപയോഗിച്ചാൽ മതി, എന്നാലും 1 മിനിറ്റ്. അപ്പം ഗൈസ് നമ്മൾ മുട്ട ഇവിടെ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിത്തിരി വിസ്കിങ് പരിപാടിയാവാം. നല്ലോണം വിസ്ക് ചെയ്യണം കേട്ടോ, എന്നാലേ ഇത്തിരി ഇതാവുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അതൊക്കെ ഞാനെല്ലാം വീഡിയോ എടുത്ത് ഉമ്മയാണ് എടുത്ത്. ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ഞാനെടുക്കാൻ അങ്ങനെ തന്നെ, ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ഇത്തിരി ഇതാക്കാം. ആ പൊട്ടുന്ന സൗണ്ടൊന്നും കേൾക്കണ്ട. ഇത് അത്യാവശ്യം ഇത്തിരി ലൂസും ഇത്തിരി തിക്കുണ്ടാവും, കാരണം ഞാൻ കൂടുതൽ ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചില്ലി ഫ്ലേക്സ് ഇടാം കേട്ടോ, നിങ്ങളുടെ സ്പൈസിന് അത്ര അനുസരിച്ച് ഇടാം. എനിക്കിപ്പോൾ ഇത് മതിയാവും. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ അറിയാം നമുക്കിത് റെഡി ആയിന്ന്. എന്നിട്ട് ഇങ്ങനെയാക്കാം. ഇത് ഷോർട്സ് ആവില്ല, ലോങ് വീഡിയോ ആവും.
സ്റ്റാർട്ട്. അപ്പം ഗൈസ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒഴിക്കണ മുമ്പ് ഇത്തിരി ബട്ടർ ഇങ്ങനെ പാനിൽ തേച്ച് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഇതിങ്ങനെ വയ്ക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ദോശ വയ്ക്കണ ശബ്ദം ഉണ്ടെങ്കിൽ പ്ലീസ് നോക്കരുത്, അടുത്ത വേറെ സ്ഥലമാണ്. അപ്പം ഗൈസ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വെന്ത നമുക്ക് തിരിച്ചിടണം. അപ്പം ഗൈസ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ബട്ടർ ഉണ്ടാവില്ലേ, അത് ഇത്തിരി ഈ സൈഡ് എൻ്റെ ദോശ. ഒരു മിനിറ്റ് ഗൈസ്, ഇത്തിരി നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. Guys, then there we have it, the masterpiece egg. ശരിക്കും ഗോർഡൻ റാംസെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്ന കാട്ടപ്പോഴാണ് ഞാനും മുട്ടകളിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നത്. ദോശ റെഡി ആവുന്നുണ്ട്. സേ ഹായ്. അപ്പം ഗൈസ് നമ്മുടെ ഓംപ്ലേറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിങ്ങിന് ശേഷം നമുക്ക് കാണാം. ഗൈസ് അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഭയങ്കര ഈസിയാണ്. 6 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സ്പെയർ ടൈം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. സോ ബൈ. പറയാൻ മറന്നോ, ഇതാണ് എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വ്ളോഗ്. സോ ഇനിയും നമ്മൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പം ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ